ഇനി വോട്ടെണ്ണാൻ ഏതാണ്ട് 2 ദിവസം മാത്രമേ ഉള്ളൂ. UDFന്റെ അവസാന ഘട്ടത്തിൽ പ്രതീക്ഷ എങ്ങനെ? ഞങ്ങൾ ഇപ്പോഴത്തെ അവസാന ഘട്ടത്തിൽ 80 മുതൽ 100 വരെ സീറ്റ് കിട്ടാം. അതാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസസ്മെന്റ്. ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. 80 സീറ്റോളം ഉറപ്പാണ്. 20 സീറ്റുകളും കൂടെ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ടൈറ്റ് മത്സരമുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം സീറ്റിൽ ജയിക്കാൻ കഴിയുന്നതാണ് വിശ്വാസം. വോട്ട് ചെയ്തതിൽ വനിതാ വോട്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. CPM പറയുന്നത് വനിതാ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചത് LDFന് അനുകൂലമാകുമെന്നാണ്. അല്ല, അവര് ഭരണമാറ്റം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. കാരണം പകല് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയുള്ളതുകൊണ്ട് ഒരു ശക്തമായിട്ട് അവരെ വികാരം അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ആണ് കാര്യത്തിൽ. സാധാരണ സർക്കാരിനെതിരെയുള്ള വികാരം പ്രതിഫലിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയാം. മന്ത്രിമാർ വിജയിക്കുമെന്നത്. അങ്ങനെയെങ്കിൽ LDFന്റെ എത്ര മന്ത്രിമാർ പരാജയപ്പെടാൻ സാധ്യത? അല്ല, മഹാഭൂരിപക്ഷം മന്ത്രിമാരും പരാജയപ്പെടും. അത് പ്രത്യേകിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പാണ് കേരളത്തിന് ഏറ്റവും അധികം തകർത്തത്. ആ 2 മന്ത്രിമാരെയും പരാജയം ഉറപ്പാണ്. ബാക്കിയുള്ള മന്ത്രിമാരുടെ കാര്യത്തിലും ഏതാണ്ട് ജയിക്കുന്നത് സാധ്യത എന്ന് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ തന്നെ ഒരു സാധ്യതയും കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ തന്നെ ഭൂരിപക്ഷം കുത്തനെ ഇടിയെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എക്സിറ്റ് പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. തീർച്ചയായിട്ടും. കാരണം ജനത്തിന്റെ ഒരു മൊത്തം വികാരം എക്സിറ്റ് പോളിൽ കാണുന്നുണ്ട്. അപ്പം മറ്റൊന്ന്, ഇതിൽ ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ നടക്കുന്നത് ഈ ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ? അല്ല, ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല.